ഹലോ എവരിവൺ, നമ്മൾ ജിമ്മിന്റെ ഏകദേശം ഭാഗമായിട്ട് കണ്ണൂർ പോവാണ്. ഇജാസിനെ മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ രാവിലെ നമ്മൾ ഡ്യൂട്ടിക്ക് പോയി പമ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ഇപ്പൊ ന്യൂ ഇയർ ആയിട്ട് നല്ല സ്ട്രോങ് ചെക്കിംഗ് ആണ്. നേരെ പോയി കാണാൻ ജ്യൂസും കുടിച്ചാണ്, റോബസ്റ്റും വാങ്ങി. വീട്ടിൽ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിക്കാണ് ഫുഡും കഴിച്ചാൽ നേരെ ഇറങ്ങി. നമ്മൾ കാറിലാണ് പോണത്. മലപ്പുറം കണ്ണൂർ പോണേക്ക് കൊയിലാണ്ടി നിർത്തിയാണ് നമ്മൾ ബിരിയാണി കഴിച്ചു. അപ്പൊ കമ്പനിക്ക് അനിയത്തി ഇമ്മയുണ്ട്. വടകരത്തെ പേരും ബ്ലോക്കായി. തലങ്ങും വലങ്ങും ബസ് മാഹിയിലെ ചില എണ്ണ അടിച്ചു. എണ്ണക്ക് ഇത്രക്കും വില കുറവാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ബ്ലോക്ക് കാരണം കുറച്ച് ലേറ്റ് ആയി. അങ്ങനെ നമ്മൾ ജിമ്മിലെത്തി. ചെക്കന്മാർക്ക് വിചാരം നമ്മൾ വലിയ യൂട്യൂബറാണ്. നമുക്കെല്ലാവരും നമ്മൾ ഇൻഫ്ലുവൻസർ ആണുള്ള കാര്യം. മെയിൻ ഗസ്റ്റായി റിയാസ്റ്റിക്ക് എത്തിയാണ്. ഒരു മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ ഏഷ്യ അടിച്ചാണ്. ഇപ്പൊ അടുത്ത കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജിമ്മിലും കണ്ടൊരു സംഭവമാണ് ഈ സപ്ലിമെന്റ്സ് സ്റ്റോർ. ഇത് ഇവിടെ ഉണ്ട്. ജിമ്മും കുഴപ്പമില്ല. ജിമ്മിൽ അത്യാവശ്യം മെഷീൻസും അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഇപ്പൊ ഈ ചങ്ങായിന്റെ സ്റ്റോറി കണ്ട് 1 കിലോമീറ്റർ അപ്പുറം സൈക്കിൾ ചോടിന്റെ കാണാൻ വന്നാണ്. താഴത്ത് പോയി കേക്ക് മുറിച്ചു. ഞാൻ എല്ലാവരും കാത്തുന്ന സംഭവം റിയാസ്റ്റിക്കാണ് ബോഡി ഷോ. അടിപൊളി കണ്ടീഷനിന് അത് നേരിട്ട് കാണാൻ പറ്റി. എല്ലാവരും ഫോട്ടോ എടുത്തു. അത്യാവശ്യം ആൾക്കാരുടെ കാണാൻ നമ്മളോടും പോസ് ചെയ്യാൻ പറഞ്ഞു. ശരിക്കും പമ്പായിട്ടൊന്നുമില്ല. ഇനി എന്നാലും കുഴപ്പമില്ല. ആപ്ഷൻ കണ്ടീഷൻ സെറ്റ് ചെയ്നി. ബാക്ക് നല്ല ഓടാൻ നിൽക്കണേ. പോസിംഗ് ചെയ്താണ് വീട് മേലെ കയറി. അപ്പൊ ആദ്യമായിട്ട് എന്റെ അമ്മ ജിമ്മിന്റെ ഉള്ളിൽ കയറുന്നത്. എന്റെ കാട്ടിക്കൂട്ടിലത് കാണും. മൊത്തം എമ്മാക്കും അതിനകത്തേക്ക് ജിം കാണിച്ചിട്ട് പോകാൻ ടൈമായി. ഞാൻ അവിടെ നിന്ന് എല്ലാവരും ബൈ പറഞ്ഞു. നമ്മൾ നേരെ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയി ഇജാസിനെ എടുത്തേക്കാണ്. നമ്മൾ വരുന്നുണ്ട് പറയുമ്പോൾ വർക്കൗട്ട് നിർത്തി പോകുന്നതാണ്. ഞാൻ വീട്ടിൽ കയറുമ്പോൾ ട്രോഫി മോഹന്റെ കണ്ടു. നമ്മൾ കുറെ സംസാരിച്ചിരുന്നു. അവൻ്റെ ബിരിയാണി ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ കണ്ണൂർ ബീച്ച് ഫെസ്റ്റ് കാണാൻ പോവാണ്. ഇജാസ് നമുക്ക് പറഞ്ഞു എന്തായാലും കണ്ട് പോയാൽ മതി. അവിടെ എത്തി ആവശ്യത്തിന് ആൾക്കാരുണ്ടായിരുന്നു. ഉള്ളിൽ കയറാന്നില്ല, നമുക്ക് ടൈമില്ല. ഇനി ഒരു പേരിനും പോയി കാണാൻ ബീച്ച് കുറച്ച് നടന്നു. രണ്ട് ഫോട്ടോ എടുത്തു. ഇനി കുറെ സംസാരിച്ചു. 2 കമ്മല് വാങ്ങി നമ്മൾ പോകാൻ പോവാണ്. ഇജാസിനോട് ബൈ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഓക്കെ ബൈ.